ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈ വീഡിയോയിൽ 1 സാമുവേൽ 1 മുതൽ 7 വരെ അധ്യായങ്ങളിൽ നിന്നുമുള്ള ഓപ്ഷനോട് കൂടിയ 100 ചോദ്യോത്തരങ്ങളുടെ 2ാം ഭാഗമാണ് അവതരിപ്പിക്കുന്നത്. 1 സാമുവേൽ 1 മുതൽ 7 വരെ അധ്യായങ്ങളിൽ നിന്നും 100 ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഓൺലൈൻ മോക്ക് ടെസ്റ്റ് നാളെ, അതായത് 23/5/2026 ശനിയാഴ്ച രാത്രി 8 മുതൽ 10:30 വരെയുള്ള സമയത്ത് നടത്തുന്നതാണ്. ഇതിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന ലിങ്ക് ഉപയോഗിച്ച് വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ മതിയാകുന്നതാണ്. ചോദ്യോത്തരങ്ങളിലേക്ക് കടക്കാം. ചോദ്യം 1. ആരുടെ പാദങ്ങളെയാണ് കർത്താവ് കാക്കുന്നത്? എ. തൻ്റെ വിശ്വസ്തരുടെ, ബി. തൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ, സി. തൻ്റെ മക്കളുടെ, ഡി. തന്നെ വിളിച്ചപേക്ഷിക്കുന്നവരുടെ. ഉത്തരം എ. തൻ്റെ വിശ്വസ്തരുടെ. ചോദ്യം 2. ഒന്നും കാണാൻ കഴിയാത്ത വിധം ഏലിക്ക് എന്ത് സംഭവിച്ചിരിക്കുന്നു എന്നാണ് 1 സാമുവേൽ 3:2 പറയുന്നത്? എ. കാഴ്ച മങ്ങിത്തുടങ്ങിയിരുന്നു, ബി. ബോധം നഷ്ടപ്പെട്ടിരുന്നു, സി. വൃദ്ധനായിരുന്നു, ഡി. മനസ്സ് തകർന്നിരുന്നു. ഉത്തരം എ. കാഴ്ച മങ്ങിത്തുടങ്ങിയിരുന്നു. ചോദ്യം 3. ഇസ്രായേലുമായുള്ള യുദ്ധത്തിൽ പരാജയപ്പെട്ടാൽ നമുക്ക് എന്ത് സംഭവിക്കും എന്നാണ് ഫിലിസ്തീർ പറയുന്നത്? എ. നമ്മുടെ മരണം ഉറപ്പാണ്, ബി. നമ്മൾ നാട് കടത്തപ്പെടും, സി. നാം അവർക്ക് അടിമകളാകേണ്ടി വരും, ഡി. നമ്മൾ പരദേശികളാകും. ഉത്തരം സി. നാം അവർക്ക് അടിമകളാകേണ്ടി വരും. ചോദ്യം 4. ദൈവത്തിൻ്റെ പേടകം അഷ്തോദിൽ നിന്നും എവിടേക്കാണ് കൊണ്ടുപോയത്? എ. എക്രോണിലേക്ക്, ബി. അഷ്കലോണിലേക്ക്, സി. ഗത്തിലേക്ക്, ഡി. ജെറുസലേമിലേക്ക്. ഉത്തരം സി. ഗത്തിലേക്ക്. ചോദ്യം 5. കർത്താവിൻ്റെ പേടകം ആര് തിരിച്ചയച്ചിരിക്കുന്നു എന്നാണ് 1 സാമുവേൽ 6:21 പറയുന്നത്? എ. ഫിലിസ്തീയ പ്രഭുക്കന്മാർ, ബി. എക്രോണിലെ ജനങ്ങൾ, സി. ഫിലിസ്തീയർ, ഡി. ഫിലിസ്തീയ പുരോഹിതർ. ഉത്തരം സി. ഫിലിസ്തീയർ. ചോദ്യം 6. ആകെ എത്ര വർഷമാണ് ദാവീദിൻ്റെ ഭരണകാലം? എ. 40, ബി. 30, സി. 28, ഡി. 20. ഉത്തരം എ. 40. ചോദ്യം 7. ഈ കുഞ്ഞിനു വേണ്ടിയാണ് ഞാൻ പ്രാർത്ഥിച്ചത്, എൻ്റെ പ്രാർത്ഥന കർത്താവ് കേട്ടു. 1 സാമുവേൽ 1:27. ഇവിടെ പ്രസ്താവിക്കുന്ന കുഞ്ഞ് ആരാണ്? എ. ദാവീദ്, ബി. ഇസഹാക്ക്, സി. സാമുവൽ, ഡി. സാവൂൾ. ഉത്തരം സി. സാമുവൽ. ചോദ്യം 8. അന്ധകാരത്തിൽ ഉപേക്ഷിക്കപ്പെടുന്നത് ആരാണ്? എ. പാപികൾ, ബി. ദുഷ്ടന്മാർ, സി. വഞ്ചകർ, ഡി. അഹങ്കാരികൾ. ഉത്തരം ബി. ദുഷ്ടന്മാർ. ചോദ്യം 9. സാമുവൽ ദേവാലയത്തിൽ എന്തിനരികെയാണ് കിടന്നിരുന്നത്? എ. ബലിപീഠത്തിന്, ബി. ദൈവത്തിൻ്റെ പേടകം സ്ഥിതി ചെയ്യുന്നതിന്, സി. കെരൂബുകളുടെ, ഡി. വാതിൽപ്പടിക്ക്. ഉത്തരം ബി. ദൈവത്തിൻ്റെ പേടകം സ്ഥിതി ചെയ്യുന്നതിന്. ചോദ്യം 10. ഫിലിസ്തീനും ഇസ്രായേലും തമ്മിലുള്ള 2ാമത്തെ യുദ്ധത്തിൽ എത്ര ഇസ്രായേൽ പടയാളികൾ നിലംപതിച്ചു? എ. 4000, ബി. 30,000, സി. 40,000, ഡി. 3000. ഉത്തരം ബി. 30,000. ചോദ്യം 11. ദൈവത്തിൻ്റെ പേടകം ഗത്തിൽ നിന്നും എവിടേക്കാണ് കൊണ്ടുപോയത്? എ. എക്രോണിലേക്ക്, ബി. അഷ്കലോണിലേക്ക്, സി. റാമായിലേക്ക്, ഡി. അഷ്ദോദിലേക്ക്. ഉത്തരം എ. എക്രോണിലേക്ക്. ചോദ്യം 12. എന്തു വസ്തുവാണ് പ്രായശ്ചിത്ത ബലിക്ക് ഞങ്ങൾ അവിടത്തേക്ക് അർപ്പിക്കേണ്ടത് എന്ന് ഫിലിസ്തീർ ചോദിച്ചു? 1 സാമുവേൽ 6:4. ആരോടാണ് ഫിലിസ്തീർ ഇപ്രകാരം ചോദിച്ചത്? എ. പുരോഹിതന്മാരോടും ശ്രേഷ്ഠന്മാരോടും, ബി. പുരോഹിതന്മാരോടും ജ്യോത്സ്യന്മാരോടും,
സി പ്രഭുക്കന്മാരോടും ജ്യോത്സ്യന്മാരോടും ഡി പുരോഹിതന്മാരോടും ശുശ്രൂഷകരോടും. ഉത്തരം ബി പുരോഹിതന്മാരോടും ജ്യോത്സ്യന്മാരോടും. ചോദ്യം 13. ദാവീദിൻ്റെ ഭരണകാലഘട്ടം ഏതാണ്? എ ബി സി 1010 മുതൽ 970 വരെ, ബി ബി സി 1020 മുതൽ 980 വരെ, സി ബി സി 1030 മുതൽ 970 വരെ, ഡി ബി സി 1010 മുതൽ 960 വരെ. ഉത്തരം എ ബി സി 1010 മുതൽ 970 വരെ. ചോദ്യം 14. ദാവീദിൻ്റെ സിംഹാസനം എന്നേക്കും നിലനിൽക്കുമെന്ന വാഗ്ദാനം ആര് ദാവീദിൻ്റെ പുത്രൻ ആയിരിക്കുമെന്ന വിശ്വാസത്തിൻ്റെ ഉറവിടമാണ്? എ സോളമൻ, ബി വരാനിരിക്കുന്ന രക്ഷകൻ, സി മിശിഹ, ഡി ക്രിസ്തു. ഉത്തരം ബി വരാനിരിക്കുന്ന രക്ഷകൻ. ചോദ്യം 15. തൻ്റെ വിശ്വസ്തരുടെ പാദങ്ങളെ അവിടുന്ന് കാക്കുന്നു, ദുഷ്ടന്മാർ അന്ധകാരത്തിൽ ഉപേക്ഷിക്കപ്പെടുന്നു. 1 സാമുവേൽ 2:9 തുടർന്നു പറയുന്നത് എന്താണ്? എ ശക്തിയാൽ ആരും ബലവാനാകുന്നില്ല, ബി കർത്താവിനെ കൂടാതെ ആരും പ്രബലനാകുന്നില്ല, സി ശക്തിയാൽ ആരും പ്രബലനാകുന്നില്ല, ഡി അവിശ്വസ്തർക്ക് കാലിടറുന്നു. ഉത്തരം സി ശക്തിയാൽ ആരും പ്രബലനാകുന്നില്ല. ചോദ്യം 16. സാമുവൽ സാമുവൽ എന്ന് കർത്താവ് ആദ്യം വിളിച്ചപ്പോൾ സാമുവൽ പ്രതികരിച്ചത് എന്തു പറഞ്ഞുകൊണ്ടാണ്? എ ഇതാ ഞാൻ, ബി ദാസൻ ശ്രവിക്കുന്നു, സി ഞാൻ ഇതാ, ഡി കർത്താവെ അരുളി ചെയ്താലും. ഉത്തരം സി ഞാൻ ഇതാ. ചോദ്യം 17. ഫിലിസ്തീനും ഇസ്രായേലും തമ്മിലുള്ള രണ്ടാമത്തെ യുദ്ധത്തിനിടയിൽ ദൈവത്തിൻ്റെ പേടകത്തിന് എന്ത് സംഭവിച്ചു? എ നശിപ്പിക്കപ്പെട്ടു, ബി മോഷ്ടിക്കപ്പെട്ടു, സി ശത്രുക്കൾ കൈവശപ്പെടുത്തി, ഡി അപ്രത്യക്ഷമായി. ഉത്തരം സി ശത്രുക്കൾ കൈവശപ്പെടുത്തി. ചോദ്യം 18. ദൈവത്തിൻ്റെ പേടകം എക്രോണിലെത്തിയപ്പോൾ തദ്ദേശവാസികൾ എന്താണ് ചെയ്തത്? എ ആനന്ദ നൃത്തം ചവിട്ടി, ബി മുറവിളി കൂട്ടി, സി ആർത്തട്ടഹസിച്ചു, ഡി അലറിക്കരഞ്ഞു. ഉത്തരം ബി മുറവിളി കൂട്ടി. ചോദ്യം 19. ഒരു പുതിയ വണ്ടിയുണ്ടാക്കി ഒരിക്കലും നുകം വച്ചിട്ടില്ലാത്ത എന്തിനെ അതിൽ കെട്ടുവാനാണ് പുരോഹിതന്മാരും ജ്യോത്സ്യന്മാരും നിർദ്ദേശിച്ചത്? എ 2 പശുക്കിടാങ്ങളെ, ബി 2 കഴുതകളെ, സി 2 കറവ പശുക്കളെ, ഡി 2 കാളകളെ. ഉത്തരം സി 2 കറവ പശുക്കളെ. ചോദ്യം 20. ദാവീദിൻ്റെ സിംഹാസനം തട്ടിയെടുക്കാൻ ശ്രമിച്ചവർ ആരൊക്കെയായിരുന്നു? എ സാവൂളിൻ്റെ മകൻ അബ്സലോമും സ്വന്തം മകൻ ഇഷ്ബാലും, ബി സാവൂളിൻ്റെ മകൻ ഇഷ്ബാലും സ്വന്തം മകൻ അബ്സലോമും, സി സ്വന്തം മകൻ ഇഷ്ബാലും സാവൂളിൻ്റെ മകൻ അബ്സലോമും, ഡി സാവൂളിൻ്റെ മകൻ ഫിനെഹാസും സ്വന്തം മകൻ അബ്സലോമും. ഉത്തരം ബി സാവൂളിൻ്റെ മകൻ ഇഷ്ബാലും സ്വന്തം മകൻ അബ്സലോമും. ചോദ്യം 21. 1 സാമുവേൽ 1-ാം അധ്യായത്തിലെ അവസാന വാക്യം എന്താണ്? എ അവർ കർത്താവിനെ സ്തുതിച്ചു, ബി അവർ കർത്താവിനെ പ്രകീർത്തിച്ചു, സി കർത്താവിൻ്റെ കൃപ നിങ്ങളോടുകൂടെ, ഡി അവർ കർത്താവിനെ ആരാധിച്ചു. ഉത്തരം ഡി അവർ കർത്താവിനെ ആരാധിച്ചു. ചോദ്യം 22. കർത്താവ് ആരെയാണ് ഛിന്നഭിന്നമാക്കുന്നത്? എ ശത്രുക്കളെ, ബി അഹങ്കാരികളെ, സി ദുഷ്ടരെ, ഡി പ്രതിയോഗികളെ. ഉത്തരം ഡി പ്രതിയോഗികളെ. ചോദ്യം 23. സാമുവൽ സാമുവൽ എന്ന് കർത്താവ് ആദ്യം വിളിച്ചപ്പോൾ ഞാൻ ഇതാ എന്ന് വിളി കേട്ടതിന് ശേഷം സാമുവൽ എന്താണ് ചെയ്തത്? എ കർത്താവിൻ്റെ സ്വരത്തിനായി ചെവിയോർത്തു, ബി നിലത്ത് മുട്ടുകുത്തി, സി സാഷ്ടാംഗം പ്രണമിച്ചു, ഡി ഏലിയുടെ അടുക്കലേക്കോടി. ഉത്തരം ഡി ഏലിയുടെ അടുക്കലേക്കോടി. ചോദ്യം 24.
യുദ്ധരംഗത്ത് നിന്ന് ഓടി അന്ന് തന്നെ ഷീലോയിലെത്തിയത് ആരാണ്? എ. എലയാസർ എന്ന ദൂതൻ, ബി. ദാൻ ഗോത്രജനായ ഒരാൾ, സി. ഒരു ഫിലിസ്ത്യൻ, ഡി. ബെഞ്ചമിൻ ഗോത്രജനായ ഒരാൾ. ഉത്തരം ഡി. ബെഞ്ചമിൻ ഗോത്രജനായ ഒരാൾ. ചോദ്യം 25. നമ്മെയും നമ്മുടെ ജനത്തെയും നശിപ്പിക്കാൻ ഇസ്രായേലിൻ്റെ ദൈവത്തിൻ്റെ പേടകം നമ്മുടെ അടുത്തേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. ഇത് ആരുടെ വാക്കുകൾ? എ. എക്രോണിലെ ജനങ്ങളുടെ, ബി. ദാഗോൻ്റെ പുരോഹിതരുടെ, സി. എക്രോണിലെ തദ്ദേശവാസികളുടെ, ഡി. അഷ്തോദിലെ തദ്ദേശവാസികളുടെ. ഉത്തരം സി. എക്രോണിലെ തദ്ദേശവാസികളുടെ. ചോദ്യം 26. ലേവ്യർ കർത്താവിൻ്റെ പേടകത്തോടൊപ്പം താഴെ ഇറക്കിയത് എന്താണ്? എ. സ്വർണ്ണയുരുപ്പടികൾ വച്ചിരുന്ന പെട്ടി, ബി. ബലിവസ്തുക്കൾ വച്ചിരുന്ന പെട്ടി, സി. സ്വർണ്ണാഭരണങ്ങൾ വച്ചിരുന്ന പെട്ടി, ഡി. നിയമഗ്രന്ഥം വച്ചിരുന്ന പെട്ടി. ഉത്തരം എ. സ്വർണ്ണയുരുപ്പടികൾ വച്ചിരുന്ന പെട്ടി. ചോദ്യം 27. ബാഹ്യശത്രുക്കളായ ആരെയെല്ലാം തോൽപ്പിച്ചാണ് ദാവീദ് രാജ്യത്ത് സമാധാനം സ്ഥാപിച്ചത്? എ. ഫിലിസ്ത്യർ, അമലേക്യർ, മൊവാബ്യർ, ജബൂസ്യർ, ബി. ഫിലിസ്ത്യർ, അമ്മോന്യർ, മൊവാബ്യർ, എദോമ്യർ, സി. ഫിലിസ്ത്യർ, അമലേക്യർ, മൊവാബ്യർ, എദോമ്യർ, ഡി. ഫിലിസ്ത്യർ, അമലേക്യർ, അമ്മോന്യർ, എദോമ്യർ. ഉത്തരം സി. ഫിലിസ്ത്യർ, അമലേക്യർ, മൊവാബ്യർ, എദോമ്യർ. ചോദ്യം 28. റാമാത്തയും സ്ഥിതി ചെയ്തിരുന്നത് എവിടെയായിരുന്നു? എ. ജെറുസലേമിൽ, ബി. യൂദയായിൽ, സി. ഹെബ്രോൺ താഴ്വരയിൽ, ഡി. എഫ്രായിം മലനാട്ടിൽ. ഉത്തരം ഡി. എഫ്രായിം മലനാട്ടിൽ. ചോദ്യം 29. കർത്താവ് പ്രതിയോഗികളെ ഛിന്നഭിന്നമാക്കുന്നതിനൊപ്പം അവർക്കെതിരെ എന്തുകൂടി ചെയ്യുന്നു? എ. കന്മഴ പെയ്യിക്കുന്നു, ബി. യുദ്ധം ചെയ്യുന്നു, സി. ശത്രുക്കളെ അയക്കുന്നു, ഡി. ആകാശത്തിൽ ഇടിമുഴക്കുന്നു. ഉത്തരം ഡി. ആകാശത്തിൽ ഇടിമുഴക്കുന്നു. ചോദ്യം 30. സാമുവൽ സാമുവൽ എന്ന വിളി കേട്ട് ഓടിയെത്തിയ സാമുവലിനോട് ഞാൻ നിന്നെ വിളിച്ചില്ല എന്ന് മറുപടി പറഞ്ഞ ശേഷം ഏലി എന്താണ് പറഞ്ഞത്? എ. പോയി കിടന്നുകൊള്ളുക, ബി. ആരാണെന്ന് ശ്രദ്ധിക്കുക, സി. വെറും തോന്നലായിരിക്കും, ഡി. അവിടെ നിന്നും മാറിക്കിടക്കുക. ഉത്തരം എ. പോയി കിടന്നുകൊള്ളുക. ചോദ്യം 31. യുദ്ധരംഗത്ത് നിന്ന് ഓടി അന്ന് തന്നെ ഷീലോയിലെത്തിയ ഒരാൾ വസ്ത്രം വലിച്ചു കീറിയതിനൊപ്പം എന്തുകൂടി ചെയ്തിരുന്നു? എ. തലയിൽ പൂഴി വിതറുകയും, ബി. ദേഹത്ത് പൂഴി വിതറുകയും, സി. തല ക്ഷൗരം ചെയ്യുകയും, ഡി. മുഖം മറയ്ക്കുകയും. ഉത്തരം എ. തലയിൽ പൂഴി വിതറുകയും. ചോദ്യം 32. ഇസ്രായേല്യരുടെ ദൈവത്തിൻ്റെ പേടകം അവർക്ക് തന്നെ വിട്ടുകൊടുക്കുക എന്ന തീരുമാനം എവിടെ വെച്ചാണ് ഫിലിസ്ത്യർ എടുത്തത്? എ. അഷ്കലോണിൽ വച്ച്, ബി. ഗത്തിൽ വച്ച്, സി. അഷ്ദോദിൽ വച്ച്, ഡി. എക്രോണിൽ വച്ച്. ഉത്തരം ഡി. എക്രോണിൽ വച്ച്. ചോദ്യം 33. കിരിയാത്ത് യെയാറിമിലെ ആളുകൾ വന്ന് കർത്താവിൻ്റെ പേടകം ഗിരിമുകളിൽ താമസിച്ചിരുന്ന ആരുടെ ഭവനത്തിലാണ് എത്തിച്ചത്? എ. അബ്ദോൻ്റെ, ബി. അബിനാദാബിൻ്റെ, സി. അമീനാദാബിൻ്റെ, ഡി. അബിമെലെക്കിൻ്റെ. ഉത്തരം ബി. അബിനാദാബിൻ്റെ. ചോദ്യം 34. ഏതു പശ്ചാത്തലത്തിലാണ് ദാവീദ് കർത്താവിന് ഒരാലയം പണിയാൻ ആഗ്രഹിച്ചത്? എ. പ്രശസ്തി കൈവന്നപ്പോൾ, ബി. സമ്പത്ത് കൈവന്നപ്പോൾ, സി. സമാധാനം കൈവന്നപ്പോൾ, ഡി. ഐശ്വര്യം കൈവന്നപ്പോൾ. ഉത്തരം ഡി. ഐശ്വര്യം കൈവന്നപ്പോൾ. ചോദ്യം 35. മക്കളില്ലാതിരുന്ന എൽക്കാനയുടെ ഭാര്യയുടെ പേരെന്ത്? എ. പെനീന, ബി. സൂസന്ന, സി. ഹന്ന, ഡി. സലോമി. ഉത്തരം സി. ഹന്ന.
ചോദ്യം 36 പൂരിപ്പിക്കുക. തൻ്റെ ഡാഷ് ശക്തി കൊടുക്കും, തൻ്റെ ഡാഷ് ശിരസുയരുമാറാക്കും. എ കരങ്ങൾക്ക് ശിഷ്യരുടെ, ബി ദാസന് അഭിഷിക്തൻ്റെ, സി രാജാവിന് അഭിഷിക്തൻ്റെ, ഡി രാജാവിന് മക്കളുടെ. ഉത്തരം സി രാജാവിന് അഭിഷിക്തൻ്റെ. ചോദ്യം 37 കർത്താവ് സാമുവലിനെ രണ്ടാമതും വിളിക്കുന്ന ഭാഗം രേഖപ്പെടുത്തിയിരിക്കുന്ന വാക്യമേത്? എ 1 സാമുവൽ 3:3, ബി 1 സാമുവൽ 3:4, സി 3:6, ഡി 3:7. ഉത്തരം സി 1 സാമുവൽ 3:6. ചോദ്യം 38 ബെഞ്ചമിൻ ഗോത്രജനായ ഒരാൾ യുദ്ധരംഗത്തു നിന്ന് ഓടി ഷീലോയിൽ എത്തുമ്പോൾ ഏലി എന്തു ചെയ്തുകൊണ്ട് പീഠത്തിൽ ഇരിക്കുകയായിരുന്നു? എ പ്രാർത്ഥിച്ചുകൊണ്ട്, ബി ദൈവവചനം വായിച്ചുകൊണ്ട്, സി വീഞ്ഞ് പാനം ചെയ്തുകൊണ്ട്, ഡി വഴിയിലേക്ക് ഉറ്റുനോക്കിക്കൊണ്ട്. ഉത്തരം ഡി വഴിയിലേക്ക് ഉറ്റുനോക്കിക്കൊണ്ട്. ചോദ്യം 39 എവിടെ നിന്നാണ് ഫിലിസ്തീർ ദൈവത്തിൻ്റെ പേടകം അഷ്തോദിലേക്ക് കൊണ്ടുപോയത്? എ എക്രോണിൽ നിന്ന്, ബി ജെറുസലേമിൽ നിന്ന്, സി ഗത്തിൽ നിന്ന്, ഡി എബ്നേസറിൽ നിന്ന്. ഉത്തരം ഡി എബ്നേസറിൽ നിന്ന്. ചോദ്യം 40 കിരിയാത്ത് യയാറിമിലെ ആളുകൾ വന്ന് കർത്താവിൻ്റെ പേടകം സൂക്ഷിക്കുന്നതിന് ആരെയാണ് അഭിഷേകം ചെയ്തത്? എ അമീനാദാബിൻ്റെ പുത്രൻ എലയാസറിനെ, ബി അബിമെലെക്കിൻ്റെ പുത്രൻ എലയാസറിനെ, സി അബിനാദാബിൻ്റെ പുത്രൻ എലയാസറിനെ, ഡി അബിനാദാബിൻ്റെ പുത്രൻ എസക്കിയേലിനെ. ഉത്തരം സി അബിനാദാബിൻ്റെ പുത്രൻ എലയാസറിനെ. ചോദ്യം 41 കർത്താവിന് ഒരു ആലയം പണിയാനുള്ള ദാവീദിൻ്റെ ആഗ്രഹം ആരു വഴിയാണ് കർത്താവ് വിലക്കിയത്? എ ഏലിയ പ്രവാചകൻ, ബി ഏശയ്യ പ്രവാചകൻ, സി ജെറമിയ പ്രവാചകൻ, ഡി നാഥാൻ പ്രവാചകൻ. ഉത്തരം ഡി നാഥാൻ പ്രവാചകൻ. ചോദ്യം 42 BC 1050 ഇസ്രായേലിന് ആരുടെ ഭീഷണിയാണ് വർദ്ധിച്ചത്? എ മൊവാബ്യരുടെ, ബി ഫിലിസ്ത്യരുടെ, സി അമ്മോന്യരുടെ, ഡി എദോമ്യരുടെ. ഉത്തരം ബി ഫിലിസ്ത്യരുടെ. ചോദ്യം 43 ബാലനായ സാമുവൽ ആരുടെ സാന്നിധ്യത്തിലാണ് കർത്താവിന് ശുശ്രൂഷ ചെയ്തു പോന്നത്? എ ജനങ്ങളുടെ, ബി പുരോഹിതനായ ഏലിയുടെ, സി മാതാപിതാക്കളുടെ, ഡി പുരോഹിതനായ ഏലിയായുടെ. ഉത്തരം ബി പുരോഹിതനായ ഏലിയുടെ. ചോദ്യം 44 എന്തു വെളിവാക്കപ്പെടാതിരുന്നതുകൊണ്ടാണ് സാമുവൽ തന്നെ വിളിച്ചത് ആരെന്ന് അറിയാതെ പോയത്? എ ശബ്ദസ്രോതസ്, ബി കർത്താവിൻ്റെ ശബ്ദം, സി ദൈവത്തിൻ്റെ സ്വരം, ഡി വെളിയുടെ മഹത്വം. ഉത്തരം ബി കർത്താവിൻ്റെ ശബ്ദം. ചോദ്യം 45 ബെഞ്ചമിൻ ഗോത്രജനായ ഒരാൾ യുദ്ധരംഗത്തു നിന്നോടി ഷീലോയിൽ എത്തുമ്പോൾ ഏലി എന്തിനെക്കുറിച്ച് ആകുലചിത്തനുമായിരുന്നു? എ യുദ്ധത്തെക്കുറിച്ച്, ബി മക്കളെക്കുറിച്ച്, സി ദൈവത്തിൻ്റെ പേടകത്തെക്കുറിച്ച്, ഡി ഇസ്രായേലിൻ്റെ ഭാവിയെക്കുറിച്ച്. ഉത്തരം സി ദൈവത്തിൻ്റെ പേടകത്തെക്കുറിച്ച്. ചോദ്യം 46 ദൈവത്തിൻ്റെ പേടകം സ്ഥാപിച്ച രണ്ടാമത്തെ ദിവസം വാതിൽപ്പടിയിൽ കിടക്കുന്നതായി അഷ്തോദിലെ ജനങ്ങൾ കണ്ടത് എന്താണ്? എ ബാൽദേവൻ്റെ തലയും കൈകളും, ബി അറ്റുപോയ കെമോഷിൻ്റെ തലയും കൈകളും, സി അറ്റുപോയ ദാഗോൻ്റെ തലയും കൈകളും, ഡി അറ്റുപോയ ദാഗോൻ്റെ തലയും കാലുകളും. ഉത്തരം സി അറ്റുപോയ ദാഗോൻ്റെ തലയും കൈകളും. ചോദ്യം 47 കർത്താവിൻ്റെ പേടകം എത്ര കാലം അബിനാദാബിൻ്റെ ഭവനത്തിൽ സൂക്ഷിച്ചു? എ 7 മാസം, ബി 20 മാസം, സി 2 വർഷം, ഡി 20 വർഷം. ഉത്തരം ഡി 20 വർഷം.
ചോദ്യം 48. നാഥാൻ പ്രവാചകൻ വഴി കർത്താവ് നൽകിയ വാഗ്ദാനപ്രകാരം ദാവീദിൻ്റെ സിംഹാസനത്തിൻ്റെ പ്രത്യേകത എന്താണ്? എ. മഹിമയുടെ സിംഹാസനമാണ്. ബി. മഹത്വത്തിൻ്റെ സിംഹാസനമാണ്. സി. എന്നേക്കും നിലനിൽക്കുന്ന സിംഹാസനമാണ്. ഡി. ദൈവത്തിൻ്റെ സിംഹാസനം പോലെയാണ്. ഉത്തരം സി. എന്നേക്കും നിലനിൽക്കുന്ന സിംഹാസനമാണ്. ചോദ്യം 49. എൽക്കാന ഏതു വംശജൻ ആയിരുന്നു? എ. സൂഫ് വംശജൻ. ബി. ഇസ്രായേൽ വംശജൻ. സി. ലേവി വംശജൻ. ഡി. ദാൻ വംശജൻ. ഉത്തരം എ. സൂഫ് വംശജൻ. ചോദ്യം 50. ഏലിയുടെ പുത്രന്മാരുടെ 2 ദുസ്വഭാവങ്ങളെക്കുറിച്ച് 1 സാമുവേൽ 2:12 പ്രതിപാദിക്കുന്നുണ്ട്. ഇതിൽ ആദ്യത്തേത് ഏത്? എ. ദുർമാർഗികൾ. ബി. കർത്താവിനെ ബഹുമാനിക്കാത്തവർ. സി. അസാന്മാർഗികൾ. ഡി. മദ്യപാനികൾ. ഉത്തരം എ. ദുർമാർഗികൾ. ചോദ്യം 51. 1 സാമുവേൽ 3-ാം അധ്യായത്തിൽ എത്ര തവണ ഞാനിതാ വന്നിരിക്കുന്നു എന്ന് സാമുവേൽ പറയുന്നുണ്ട്? എ. 1. ബി. 2. സി. 4. ഡി. 3. ഉത്തരം ഡി. 3. ചോദ്യം 52. യുദ്ധരംഗത്ത് നിന്ന് ഓടി ഷീലോയിൽ പട്ടണത്തിലെത്തി ദൂതൻ വാർത്ത അറിയിച്ചപ്പോൾ പട്ടണവാസികൾ എന്താണ് ചെയ്തത്? എ. പട്ടണം വിട്ട് ഓടി. ബി. അലമുറയിട്ട് കരഞ്ഞു. സി. മുറവിളി കൂട്ടി. ഡി. ദേവാലയത്തിൽ ഒന്നിച്ചുകൂടി. ഉത്തരം സി. മുറവിളി കൂട്ടി. ചോദ്യം 53. അധ്യായവും വാക്യവും ഏത്? മരിക്കാതെ അവശേഷിച്ചവരെ കുരുക്കൾ ബാധിച്ചു. നഗരവാസികളുടെ നിലവിളി ആകാശത്തിലേക്ക് ഉയർന്നു. എ. 1 സാമുവേൽ 5:11. ബി. 5:12. സി. 5:13. ഡി. 5:14. ഉത്തരം ബി. 1 സാമുവേൽ 5:12. ചോദ്യം 54. കർത്താവിൻ്റെ പേടകം അബിനാദാബിൻ്റെ ഭവനത്തിലായിരുന്ന കാലത്ത് ഇസ്രായേൽ ജനം കർത്താവിങ്കലേക്ക് തിരിഞ്ഞ് എന്താണ് ചെയ്തത്? എ. വിലപിച്ചുകൊണ്ടിരുന്നു. ബി. പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. സി. പ്രായശ്ചിത്തം ചെയ്തുകൊണ്ടിരുന്നു. ഡി. ബലിയർപ്പിച്ചുകൊണ്ടിരുന്നു. ഉത്തരം എ. വിലപിച്ചുകൊണ്ടിരുന്നു. ചോദ്യം 55. തെറ്റു മനസ്സിലാക്കിയ ദാവീദ് ഉള്ളുരുകി അനുതപിച്ചത് രേഖപ്പെടുത്തിയിരിക്കുന്ന ബൈബിൾ ഭാഗം ഏതാണ്? എ. സങ്കീർത്തനങ്ങൾ 51. ബി. സങ്കീർത്തനങ്ങൾ 125. സി. സങ്കീർത്തനങ്ങൾ 91. ഡി. സങ്കീർത്തനങ്ങൾ 77. ഉത്തരം എ. സങ്കീർത്തനം 51. ചോദ്യം 56. മക്കളുണ്ടായിരുന്ന എൽക്കാനയുടെ ഭാര്യയുടെ പേരെന്ത്? എ. പെനീന. ബി. സൂസന്ന. സി. ഹന്ന. ഡി. സലോമി. ഉത്തരം എ. പെനീന. ചോദ്യം 57. ജനങ്ങളിൽ നിന്ന് പുരോഹിതന്മാർക്ക് ലഭിക്കേണ്ട വിഹിതത്തെ സംബന്ധിക്കുന്ന നിയമം അവർ മാനിച്ചില്ല. ഇവിടെ പറയുന്ന അവർ ആരാണ്? എ. ഏലിയുടെ പുത്രന്മാർ. ബി. ദാവീദിൻ്റെ പുത്രന്മാർ. സി. സാവൂളിൻ്റെ പുത്രന്മാർ. ഡി. എലീഷായുടെ പുത്രന്മാർ. ഉത്തരം എ. ഏലിയുടെ പുത്രന്മാർ. ചോദ്യം 58. കർത്താവാണ് ബാലനെ വിളിച്ചതെന്ന് എപ്പോഴാണ് ഏലിക്ക് മനസ്സിലായത്? എ. വിളി ആവർത്തിച്ചപ്പോൾ. ബി. 4-മതും കർത്താവ് സാമുവേലിനെ വിളിച്ചപ്പോൾ. സി. 3-മതും കർത്താവ് സാമുവേലിനെ വിളിച്ചപ്പോൾ. ഡി. കർത്താവ് വെളിപ്പെടുത്തിയപ്പോൾ. ഉത്തരം സി. 3-മതും കർത്താവ് സാമുവേലിനെ വിളിച്ചപ്പോൾ. ചോദ്യം 59. 1 സാമുവേൽ 4:15 ഏലിയെക്കുറിച്ച് 2 കാര്യങ്ങൾ പ്രതിപാദിക്കുന്നുണ്ട്. അതിൽ 1-മത്തെ കാര്യം എന്ത്? എ. മിക്കവാറും അന്ധനുമായിരുന്നു. ബി. ക്ഷീണിതനായിരുന്നു. സി. മരണക്കിടക്കയിൽ ആയിരുന്നു. ഡി. 98 വയസ്സുണ്ടായിരുന്നു. ഉത്തരം ഡി. 98 വയസ്സുണ്ടായിരുന്നു. ചോദ്യം 60. ദാഗോൻ്റെ ബിംബം കർത്താവിൻ്റെ പേടകത്തിന് മുൻപിൽ
നിലത്തു മറിഞ്ഞു കിടക്കുന്നത് കണ്ട അഷ്തോദിലെ ജനങ്ങൾ എന്താണ് ചെയ്തത്? എ. അതെടുത്ത് അഗ്നിക്കിരയാക്കി. ബി. അതിനെ പുനഃസ്ഥാപിച്ചു. സി. അതെടുത്ത് നിവർത്തി വച്ചു. ഡി. അതെടുത്ത് യഥാപൂർവം സ്ഥാപിച്ചു. ഉത്തരം ഡി. അതെടുത്ത് യഥാപൂർവം സ്ഥാപിച്ചു. ചോദ്യം 61. പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിങ്കിലേക്ക് തിരിയേണ്ടതിന് നിങ്ങൾ ആരെയൊക്കെ ബഹിഷ്കരിക്കണം എന്നാണ് സാമുവേൽ ഇസ്രായേൽ ജനത്തോട് പറഞ്ഞത്? എ. അന്യദേവന്മാരെയും ബാൽദേവനെയും. ബി. അന്യദൈവങ്ങളെയും അസ്താർത്തെ ദേവതകളെയും. സി. അന്യദൈവങ്ങളെയും അസ്താർത്തെ വിഗ്രഹത്തെയും. ഡി. അന്യദേവന്മാരെയും അസ്താർത്തെ ദേവതകളെയും. ഉത്തരം ഡി. അന്യദേവന്മാരെയും അസ്താർത്ത ദേവതകളെയും. ചോദ്യം 62. സോളമൻ്റെ മാതാവ് ആരാണ്? എ. ബത്ശബ. ബി. മറിയം. സി. താമാർ. ഡി. റൂത്ത്. ഉത്തരം എ. ബത്ശബ. ചോദ്യം 63. ബലിയർപ്പിക്കുന്ന ദിവസം എൽക്കാന ഭാര്യ പെനീനായ്ക്കും അവളുടെ പുത്രന്മാർക്കും പുത്രിമാർക്കും എന്തു കൊടുത്തിരുന്നു? എ. സമ്മാനങ്ങൾ. ബി. ഓഹരി. സി. വിശേഷ വസ്ത്രങ്ങൾ. ഡി. സമ്പത്തിൻ്റെ ഒരു വിഹിതം. ഉത്തരം ബി. ഓഹരി. ചോദ്യം 64. ആരെങ്കിലും ബലിയർപ്പിച്ച മാംസം പാകം ചെയ്യുമ്പോൾ ആരാണ് പാത്രത്തിൽ മുപ്പല്ലി കൊണ്ട് കുത്തി അതിൽ കിട്ടുന്നത് മുഴുവൻ പുരോഹിതനു വേണ്ടി എടുത്തിരുന്നത്? എ. ദേവാലയ സൂക്ഷിപ്പുകാർ. ബി. പുരോഹിതൻ്റെ ഭൃത്യൻ. സി. ദേവാലയ ശുശ്രൂഷകർ. ഡി. പുരോഹിതൻ്റെ പുത്രൻ. ഉത്തരം ബി. പുരോഹിതൻ്റെ ഭൃത്യൻ. ചോദ്യം 65. നാലാമതും കർത്താവ് വിളിച്ചാൽ ആര് ഇതാ ശ്രവിക്കുന്നു എന്ന് മറുപടി പറയാനാണ് ഏലി സാമുവേലിനെ ഉപദേശിച്ചത്? എ. അങ്ങയുടെ ദാസൻ. ബി. അവിടുത്തെ ഭൃത്യൻ. സി. അങ്ങയുടെ പുത്രൻ. ഡി. അവിടുത്തെ ദാസൻ. ഉത്തരം എ. അങ്ങയുടെ ദാസൻ. ചോദ്യം 66. 1 സാമുവേൽ 4:15 ഏലിയെക്കുറിച്ച് 2 കാര്യങ്ങൾ പ്രതിപാദിക്കുന്നുണ്ട്. അതിൽ രണ്ടാമത്തെ കാര്യമെന്ത്? എ. മിക്കവാറും ബധിരനുമായിരുന്നു. ബി. ക്ഷീണിതനായിരുന്നു. സി. മിക്കവാറും അന്ധനുമായിരുന്നു. ഡി. 98 വയസ്സുണ്ടായിരുന്നു. ഉത്തരം സി. മിക്കവാറും അന്ധനുമായിരുന്നു. ചോദ്യം 67. നിലത്തു മറിഞ്ഞു കിടന്ന ദാഗോൻ്റെ ബിംബം യഥാപൂർവം സ്ഥാപിച്ചതിൻ്റെ അടുത്ത ദിവസം ദാഗോൻ്റെ തലയും കൈകളും അറ്റ് എവിടെ കിടക്കുന്നതായാണ് അഷ്തോദിലെ ജനങ്ങൾ കണ്ടത്? എ. ബലിപീഠത്തിനരികിൽ. ബി. ക്ഷേത്രത്തിനു വെളിയിൽ. സി. വാതിൽപ്പടിയിൽ. ഡി. ക്ഷേത്രമുറ്റത്ത്. ഉത്തരം സി. വാതിൽപ്പടിയിൽ. ചോദ്യം 68. നിങ്ങളെ പൂർണ്ണമായി ദൈവത്തിന് സമർപ്പിക്കുവിൻ, അവിടുത്തെ മാത്രം ആരാധിക്കുവിൻ. ഇത് ആരുടെ വാക്കുകൾ? എ. ഏലിയുടെ. ബി. എൽക്കാനയുടെ. സി. സാമുവേലിൻ്റെ. ഡി. മോശയുടെ. ഉത്തരം സി. സാമുവേലിൻ്റെ. ചോദ്യം 69. എഫ്രായിം മലനാട്ടിലെ എവിടെയാണ് സൂഫ് വംശജനായ എൽക്കാന താമസിച്ചിരുന്നത്? എ. റാമാത്തയിൽ. ബി. റാമാത്തൈമിൽ. സി. റാമായിൽ. ഡി. ബെത്ലഹേമിൽ. ഉത്തരം ബി. റാമാത്തൈമിൽ. ചോദ്യം 70. 1 സാമുവേൽ 1:7 ഹന്ന ചെയ്തിരുന്ന 2 കാര്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. ഇതിൽ രണ്ടാമത്തേത് എന്ത്? എ. കരയുക. ബി. ബലിയർപ്പിക്കുക. സി. ഭക്ഷണം കഴിക്കാതിരിക്കുക. ഡി. മൗനി ആയിരിക്കുക. ഉത്തരം സി. ഭക്ഷണം കഴിക്കാതിരിക്കുക. ചോദ്യം 71. എന്തിനു മുമ്പ് തന്നെ ബലിയർപ്പിക്കുന്നവനോട് പുരോഹിതൻ്റെ ഭൃത്യൻ വന്ന് പുരോഹിതനു വേണ്ടി പാകം ചെയ്യാൻ കുറേ മാംസം തരുക എന്ന് ആവശ്യപ്പെട്ടിരുന്നത്? എ. പ്രാർത്ഥനയ്ക്ക്. ബി. ആരാധനയ്ക്ക്. സി. മേധസ് ദഹിപ്പിക്കുന്നതിന്. ഡി. പ്രഭാതത്തിന്. ഉത്തരം സി. മേധസ് ദഹിപ്പിക്കുന്നതിന്. ചോദ്യം 72 പൂരിപ്പിക്കുക. അപ്പോൾ കർത്താവ് ഡാഷ് മുൻപിലത്തെ പോലെ സാമുവേൽ സാമുവേൽ എന്ന് വിളിച്ചു.
എ പ്രത്യക്ഷനായി, ബി വന്നു നിന്ന്, സി അരികിൽ വന്ന്, ഡി മൃദുസ്വരത്തിൽ. ഉത്തരം ബി വന്നു നിന്ന്. ചോദ്യം 73. എവിടെ നിന്ന് രക്ഷപ്പെട്ടോടി ഇവിടെ എത്തിയതാണ് എന്നാണ് ദൂതൻ ഏലിയോട് പറയുന്നത്? എ യുദ്ധഭൂമിയിൽ നിന്ന്, ബി പടക്കളത്തിൽ നിന്ന്, സി ശത്രുക്കളുടെ പിടിയിൽ നിന്ന്, ഡി ഫിലിസ്ത്യരുടെ പിടിയിൽ നിന്ന്. ഉത്തരം ബി പടക്കളത്തിൽ നിന്ന്. ചോദ്യം 74. നിലത്തു മറിഞ്ഞു കിടന്ന ദാഗോൻ്റെ ബിംബം യഥാപൂർവം സ്ഥാപിച്ചതിൻ്റെ അടുത്ത ദിവസം ബിംബത്തിൻ്റെ ഏത് ഭാഗം മാത്രമാണ് അവശേഷിച്ചതായി കണ്ടത്? എ കാലും കൈയും, ബി ഉടൽ മാത്രം, സി തല മാത്രം, ഡി കാലുകൾ മാത്രം. ഉത്തരം ബി ഉടൽ മാത്രം. ചോദ്യം 75. ഇസ്രായേല്യർ ആരുടെയൊക്കെ ബിംബങ്ങളെ ബഹിഷ്കരിച്ചുകൊണ്ടാണ് കർത്താവിനെ മാത്രം ആരാധിച്ചത്? എ ബാലിൻ്റെയും അസ്താർത്തയുടെയും, ബി ബാലിൻ്റെയും ദാഗോൻ്റെയും, സി ബാലിൻ്റെയും മോളക്കിൻ്റെയും, ഡി ദാഗോൻ്റെയും അസ്താർത്തയുടെയും. ഉത്തരം എ ബാലിൻ്റെയും അസ്താർത്തയുടെയും. ചോദ്യം 76. എൽക്കാനയുടെ പിതാവ് ആരായിരുന്നു? എ എലീഹു, ബി തോഹു, സി സൂഫ്, ഡി യെറോഹാം. ഉത്തരം ഡി യെറോഹാം. ചോദ്യം 77. 1 സാമുവേൽ 1:8 എൽക്കാന ഹന്നായോട് ഞാൻ നിനക്ക് ആരിലും ഉപരിയല്ലേ എന്നാണ് ചോദിക്കുന്നത്? എ സഹോദരരെക്കാളും, ബി പിതാവിനേക്കാളും, സി 10 പുത്രിമാരിലും, ഡി 10 പുത്രന്മാരിലും. ഉത്തരം ഡി 10 പുത്രന്മാരിലും. ചോദ്യം 78. ആരുടെ പാപമാണ് ദൈവസന്നിധിയിൽ ഗുരുതരമായി തീർന്നത്? എ ജനത്തിൻ്റെ, ബി പുരോഹിതൻ്റെ, സി ഏലിയുടെ ഭൃത്യന്മാരുടെ, ഡി ഏലിയുടെ പുത്രന്മാരുടെ. ഉത്തരം ഡി ഏലിയുടെ പുത്രന്മാരുടെ. ചോദ്യം 79. കർത്താവ് അവനോട് പറഞ്ഞു, ഇസ്രായേൽ ജനതയോട് ഞാൻ ഒരു കാര്യം ചെയ്യാൻ പോകുകയാണ്, അത് കേൾക്കുന്നവന് എന്ത് സംഭവിക്കും എന്നാണ് കർത്താവ് പറഞ്ഞത്? എ അസ്തപ്രജ്ഞനാകും, ബി ഭയന്ന് വിറയ്ക്കും, സി ഇരുചെവികളും തരിച്ചു പോകും, ഡി വാവിട്ട് നിലവിളിക്കും. ഉത്തരം സി ഇരുചെവികളും തരിച്ചു പോകും. ചോദ്യം 80. പടക്കളത്തിൽ നിന്ന് രക്ഷപ്പെട്ടോടി എത്തിയ ദൂതനോട് മകനെ എന്ത് സംഭവിച്ചു എന്ന ഏലിയുടെ ചോദ്യത്തിന് ദൂതൻ എത്ര കാര്യങ്ങൾ പറയുന്നുണ്ട്? എ 2, ബി 3, സി 5, ഡി 4. ഉത്തരം സി 5. ചോദ്യം 81. കർത്താവിൻ്റെ പേടകം എത്ര കാലം ഫിലിസ്ത്യരുടെ രാജ്യത്തായിരുന്നു? എ 4 വർഷം, ബി 7 വർഷം, സി 5 മാസം, ഡി 7 മാസം. ഉത്തരം ഡി 7 മാസം. ചോദ്യം 82. ഇസ്രായേൽ മുഴുവൻ എവിടെ ഒരുമിച്ച് കൂടാനാണ് സാമുവൽ ആവശ്യപ്പെട്ടത്? എ ബഥേലിൽ, ബി ഗിൽഗാലിൽ, സി മിസ്പായിൽ, ഡി ജഷാനിയിൽ. ഉത്തരം സി മിസ്പായിൽ. ചോദ്യം 83. എൽക്കാനയുടെ ഭാര്യമാർ ആരെല്ലാം? എ ഹന്നായും പെനീന്നായും, ബി ഹന്നായും ഏലീശയും, സി ഹന്നായും യോവാന്നയും, ഡി ഹന്നായും പെനീന്നായും. ഉത്തരം ഡി ഹന്നായും പെനീന്നായും. ചോദ്യം 84. ഷീലോയിൽ വച്ച് ഹന്ന എന്തു ചെയ്തതിന് ശേഷമാണ് എഴുന്നേറ്റ് കർത്താവിൻ്റെ സന്നിധിയിൽ ചെന്നത്? എ ദേഹശുദ്ധി വരുത്തിയതിന് ശേഷം, ബി ഭർത്താവിനെ സന്ദർശിച്ച ശേഷം, സി ബലിയർപ്പിച്ചതിന് ശേഷം, ഡി ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്തതിന് ശേഷം. ഉത്തരം ഡി ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്തതിന് ശേഷം. ചോദ്യം 85. ഏലിയുടെ പുത്രന്മാർ തീർത്തും അശ്രദ്ധയോടെ വീക്ഷിച്ചത് എന്താണ്? എ ബലിയർപ്പണത്തെ, ബി മേധസ് ദഹിപ്പിക്കുന്നതിനെ,
സി കർത്താവിനുള്ള അർച്ചനയെ, ഡി കർത്താവിനുള്ള നേർച്ചയെ. ഉത്തരം സി കർത്താവിനുള്ള അർച്ചനയെ. ചോദ്യം 86. ആര് ആരോട് പറഞ്ഞു? ഏലിയുടെ കുടുംബത്തിനെതിരായി ഞാൻ പറഞ്ഞിട്ടുള്ളതെല്ലാം അന്ന് ഞാൻ അത്യന്തം നിർവഹിക്കും. എ ആത്മാവ് സാമുവലിനോട്, ബി നാഥാൻ പ്രവാചകൻ സാമുവലിനോട്, സി ദൈവം സാമുവലിനോട്, ഡി കർത്താവ് സാമുവലിനോട്. ഉത്തരം ഡി കർത്താവ് സാമുവലിനോട്. ചോദ്യം 87. പടക്കളത്തിൽ നിന്നും രക്ഷപ്പെട്ടോടി എത്തിയ ദൂതനിൽ നിന്നും എന്ത് കേട്ടപ്പോഴാണ് ഏലി പിറകോട്ട് മറിഞ്ഞത്? എ പരാജയപ്പെട്ടെന്ന്, ബി മക്കൾ വധിക്കപ്പെട്ടെന്ന്, സി ദൈവത്തിൻ്റെ കോപം, ഡി ദൈവത്തിൻ്റെ പേടകം. ഉത്തരം ഡി ദൈവത്തിൻ്റെ പേടകം. ചോദ്യം 88. ഫിലിസ്തീർ ആരെയൊക്കെ വിളിച്ചു വരുത്തിയാണ് കർത്താവിൻ്റെ പേടകം നാം എന്ത് ചെയ്യണം എന്ന് ചോദിച്ചത്? എ പുരോഹിതന്മാരെയും ജ്യോത്സ്യന്മാരെയും, ബി പ്രഭുക്കന്മാരെയും ജ്യോത്സ്യന്മാരെയും, സി പുരോഹിതന്മാരെയും ശ്രേഷ്ഠന്മാരെയും, ഡി പുരോഹിതന്മാരെയും ജനപ്രമാണികളെയും. ഉത്തരം എ പുരോഹിതന്മാരെയും ജ്യോത്സ്യന്മാരെയും. ചോദ്യം 89. ഇസ്രായേൽക്കാർ മിസ്പായിൽ ഒരുമിച്ച് കൂടിയിട്ടുണ്ടെന്ന് കേട്ടപ്പോൾ ആരാണ് ഇസ്രായേലിനെ ആക്രമിക്കാൻ പുറപ്പെട്ടത്? എ ഫിലിസ്ത്യ പ്രഭുക്കന്മാർ, ബി ഫിലിസ്ത്യ നേതാക്കൾ, സി ഫിലിസ്ത്യ പടയാളികൾ, ഡി അമ്മോന്യർ. ഉത്തരം എ ഫിലിസ്ത്യ പ്രഭുക്കന്മാർ. ചോദ്യം 90. എൽക്കാന ആരെ ആരാധിക്കാനും അവിടത്തേക്ക് ബലിയർപ്പിക്കാനുമായാണ് വർഷം തോറും തൻ്റെ പട്ടണത്തിൽ നിന്ന് ഷീലോയിലേക്ക് പോയിരുന്നത്? എ ഇസ്രായേലിൻ്റെ ദൈവത്തെ, ബി സൈന്യങ്ങളുടെ ദൈവത്തെ, സി സൈന്യങ്ങളുടെ കർത്താവിനെ, ഡി സർവശക്തനായ കർത്താവിനെ. ഉത്തരം സി സൈന്യങ്ങളുടെ കർത്താവിനെ. ചോദ്യം 91. ഹന്ന കർത്താവിൻ്റെ സന്നിധിയിൽ ഉണർത്തിക്കുന്ന 4 കാര്യങ്ങളിൽ രണ്ടാമത്തേത് ഏത്? എ എന്നെ അനുസ്മരിക്കണമേ, ബി ശിരസിൽ ക്ഷൗരക്കത്തി സ്പർശിക്കുകയില്ല, സി പുത്രനെ ഞാൻ അങ്ങേക്ക് പ്രതിഷ്ഠിക്കും, ഡി അങ്ങയുടെ ദാസിയെ വിസ്മരിക്കരുതേ. ഉത്തരം ഡി അങ്ങയുടെ ദാസിയെ വിസ്മരിക്കരുതേ. ചോദ്യം 92. ബാലനായ സാമുവൽ ധരിച്ചിരുന്ന വസ്ത്രം എപ്രകാരമുള്ളതായിരുന്നു? എ പട്ടുനൂൽ കൊണ്ടുള്ള ഒരു വിശേഷ വസ്ത്രം, ബി ചണനൂൽ കൊണ്ടുള്ള ഒരു വിശേഷ വസ്ത്രം, സി തൊങ്ങലുകൾ പിടിപ്പിച്ചത്, ഡി സ്വർണ്ണ നൂൽ കൊണ്ട് നെയ്തത്. ഉത്തരം ബി ചണനൂൽ കൊണ്ടുള്ള ഒരു വിശേഷ വസ്ത്രം. ചോദ്യം 93. എന്ത് അറിഞ്ഞിട്ടും അവരെ തടയാഞ്ഞത് മൂലം ഞാൻ ഏലിയുടെ കുടുംബത്തിൻ്റെ മേൽ എന്നേക്കുമായി ശിക്ഷാവിധി നടത്താൻ പോവുകയാണെന്നാണ് കർത്താവ് സാമുവലിനോട് പറയുന്നത്? എ മക്കൾ ദൈവദൂഷണം പറയുന്ന കാര്യം, ബി മക്കൾ ദേവാലയം കൊള്ള ചെയ്യുന്ന കാര്യം, സി മക്കളുടെ ദുർനടത്തം, ഡി മക്കളുടെ അകൃത്യം. ഉത്തരം എ മക്കൾ ദൈവദൂഷണം പറയുന്ന കാര്യം. ചോദ്യം 94. ഏലി എപ്രകാരമാണ് മരിച്ചത്? എ കഴുത്തൊടിഞ്ഞ്, ബി പ്രായാധിക്യം കൊണ്ട്, സി രോഗബാധിതനായി, ഡി മനസ്സ് തകർന്ന്. ഉത്തരം എ കഴുത്തൊടിഞ്ഞ്. ചോദ്യം 95. ഇസ്രായേലിയരുടെ ദൈവത്തിൻ്റെ പേടകം തിരിച്ചയക്കുമ്പോൾ അതോടൊപ്പം എന്താണ് കൊടുത്തയക്കേണ്ടതെന്നാണ് പുരോഹിതന്മാരും ജ്യോത്സ്യന്മാരും വിധിച്ചത്? എ ഊനമറ്റ 2 മുട്ടാടുകൾ, ബി ഒരു പ്രായശ്ചിത്ത ബലിക്കുള്ള വസ്തുക്കൾ, സി ഒരു ദഹനബലിക്കുള്ള വസ്തുക്കൾ, ഡി പാരിതോഷികങ്ങൾ. ഉത്തരം ബി ഒരു പ്രായശ്ചിത്ത ബലിക്കുള്ള വസ്തുക്കൾ. ചോദ്യം 96. ആരിൽ നിന്ന് തങ്ങളെ രക്ഷിക്കുന്നതിന് ദൈവമായ കർത്താവിനോട് നിരന്തരം പ്രാർത്ഥിക്കണമേ എന്നാണ് ഇസ്രായേൽക്കാർ സാമുവലിനോട് അപേക്ഷിച്ചത്? എ ശത്രുക്കളിൽ നിന്ന്, ബി തങ്ങളെ എതിർക്കുന്നവരിൽ നിന്ന്, സി ജബൂസിരിൽ നിന്ന്, ഡി ഫിലിസ്തീരിൽ നിന്ന്. ഉത്തരം ഡി ഫിലിസ്തീരിൽ നിന്ന്. ചോദ്യം 97. ഏലിയുടെ പുത്രന്മാർ ആരെല്ലാം?
എ ഹോഫ്നിയും ഫിനെഹാസും, ബി ഹോഫ്നിയും ഫിനെഹാസും, സി ഹോഫ്നിയും ഷിനെഹാസും, ഡി ഫോഹ്നിയും ഷിനെഹാസും. ഉത്തരം ബി ഹോഫ്നിയും ഫിനെഹാസും. ചോദ്യം 98. സാമുവൽ എന്ന വാക്കിൻ്റെ അർത്ഥമെന്ത്? എ ദൈവത്തിൻ്റെ സമ്മാനം, ബി പ്രകാശം പരത്തുന്നവൻ, സി കർത്താവിനോട് ചോദിച്ചു വാങ്ങിയവൻ, ഡി ദൈവത്തിൻ്റെ ദാനം. ഉത്തരം സി കർത്താവിനോട് ചോദിച്ചു വാങ്ങിയവൻ. ചോദ്യം 99. ബലിയർപ്പിക്കാൻ ഭർത്താവിനോടൊത്ത് വർഷം തോറും പോകുമ്പോൾ സാമുവലിൻ്റെ അമ്മ അവന് കൊടുത്തിരുന്നത് എന്താണ്? എ ഓഹരി, ബി ഇഷ്ടപ്പെട്ട ഭക്ഷണം, സി ചെറിയ ഉടുപ്പ്, ഡി ചെറിയ പാദരക്ഷകൾ. ഉത്തരം സി ചെറിയ ഉടുപ്പ്. ചോദ്യം 100. ഏലി കുടുംബത്തിൻ്റെ പാപത്തിന് എന്ത് ഒരിക്കലും പരിഹാരമാവുകയില്ലെന്ന് ഞാൻ ശപഥം ചെയ്യുന്നു എന്നാണ് കർത്താവ് സാമുവലിനോട് പറയുന്നത്? എ പാപപരിഹാര ബലി, ബി ബലികളും പ്രായശ്ചിത്തവും, സി ബലികളും പ്രാർത്ഥനകളും, ഡി ബലികളും കാഴ്ചകളും. ഉത്തരം ഡി ബലികളും കാഴ്ചകളും. ഇതോടെ ഈ സെറ്റിലെ ചോദ്യങ്ങൾ അവസാനിക്കുകയാണ്. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപ നാം ഓരോരുത്തരോടും കൂടി ഉണ്ടായിരിക്കട്ടെ. ആമേൻ.